ഒരു പ്രൊഫഷനും ഒന്നിനേക്കാൾ വലുതോ ചെറുതോ ഒന്നുമല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പണി വരുന്ന വഴി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷനെ കുറിച്ചാണ്. സോ ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും എന്താണ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ കേട്ടപ്പോൾ തന്നെ ഓഫ് കോഴ്സ് അറിയുന്നുണ്ടാവും. സോ ഇതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാറിൻ്റെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ ട്രക്കിൻ്റെ ഒക്കെ ഓപ്പറേഷൻസ്, അതിൻ്റെ സേഫ്റ്റി, അതിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ലെസൺസ്, ട്രാഫിക് റൂൾസ്, ഇതൊക്കെ ഇതിൽ അതായത് കാറിലും ഇതിലൊക്കെ ഇരുന്ന് നമ്മളെ പഠിപ്പിച്ച് തരുന്ന ആൾക്കാരാണ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അവർ നമ്മളെ ഈ ലൈസൻസ് ടെസ്റ്റിനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഇൻ ഡിഫെൻസീവ് ഡ്രൈവിംഗ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഓർ സ്പെഷ്യലൈസ്ഡ് നീഡ്സ് ഡ്രൈവേഴ്സ്. ബേസിക്കലി നമുക്ക് ഒരു കാർ ഓടിക്കേണ്ട അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഇൻസ്ട്രക്ട് ചെയ്ത് നമ്മളെ ഒരു ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോബ് പൊസിഷനാണ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇനി ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ടോട്ടൽ നമ്പർ ഗ്ലോബലി എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ ഇന്ത്യയിൽ ഏകദേശം 5 ലക്ഷം ആൾക്കാരാണ് ഉള്ളത്. ബോത്ത് രജിസ്റ്റേർഡ് ആൻഡ് അൺരജിസ്റ്റേർഡ് ഇൻസ്ട്രക്ടേഴ്സ്. അപ്രോക്സിമേറ്റ് ഒരു കണക്കാണ് 5 ലക്ഷം പ്ലസ്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 20 ലക്ഷം ടു 30 ലക്ഷം പേരാണ് ഇത് കറൻ്റ്ലി ഉള്ളത്. അത് ഹൈ ഡിമാൻഡാണെന്ന് പറയുന്നത് ചില കൺട്രീസിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസും അതിൻ്റെയൊക്കെ ഈ റോഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ സംഭവം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രീസിൽ ഇവർക്ക് ഭയങ്കര ഡിമാൻഡാണെന്നാണ് പറയുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മിനിമം എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിനിമം വേണ്ടത് 10th അല്ലെങ്കിൽ 12th പാസ്സാണ്. വിച്ച് വേരീസ് അക്കോർഡിംഗ് ടു റീജിയൻ. ഓരോ റീജിയനനുസരിച്ച് അത് മാറും. പിന്നെ ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. യൂഷ്വലി 5+ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഒരു ഏജ് ടിപ്പിക്കലി ഒരു 25+ ആയിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതൽ അവർ ഓപ്റ്റ് ചെയ്യുക. ഇനി ഇത് പഠിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ട് സർട്ടിഫിക്കേഷൻസ് ഉള്ളത് ഇന്ത്യയിലാണെങ്കിൽ സ്റ്റേറ്റ് അപ്രൂവ്ഡ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ സർട്ടിഫിക്കറ്റ്, അതായത് RTOയുടെ അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു കോഴ്സ് ഇതിന് അവൈലബിൾ ആണ്. UK അപ്രൂവ്ഡ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ADI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈസൻസ് ഇതിന് അവൈലബിൾ ആണ്. USA സ്റ്റേറ്റ് സ്പെസിഫിക് സർട്ടിഫിക്കേഷൻ, എക്സാമ്പിൾ DMV അപ്രൂവ്ഡ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ അതാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻസ്. ഇന്ത്യയിലും പുറത്തുമായിട്ട് ഇതൊക്കെയാണ് ഉള്ളത്. ഇനി അതിൻ്റെ ഇന്ത്യയിലും പുറത്തും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് എവിടെ കിട്ടുകയെന്ന് നോക്കിയാൽ ഇന്ത്യയിലാണെങ്കിൽ മാരുതി സുസുക്കിയുടെ ഡ്രൈവിംഗ് സ്കൂള് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. പ്രൈവറ്റ് അക്കാഡമീസ് ഉണ്ട്. IDTR ഡൽഹി, അഹമ്മദാബാദ്, കൊൽക്കത്തയിലൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് ബെസ്റ്റായിട്ട് ഇന്ത്യയിൽ പഠിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് മോട്ടറിംഗ് UK, അമേരിക്കൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ USA ഡ്രൈവിംഗ് സ്കൂളിൽ ഇതിൻ്റെ ബെസ്റ്റ് കോഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ജർമ്മനിയിൽ സത്യം പറഞ്ഞാൽ വായിക്കാൻ കിട്ടുന്നില്ല, ജർമ്മൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ പറയും ഓക്കെ ഇംഗ്ലീഷൊക്കെ നീ നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ. സോ ജർമ്മനിയിലും അവൈലബിൾ ആണ്. സോ ഇന്ത്യയിലും ലോകത്തും ഈ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ കോഴ്സ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ആൻഡ് ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് ബേസിക്കലി 1 മാസം ടു 3 മാസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. തിയറി പ്ലസ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണുള്ളത്. ഡിഫിക്കൽട്ടി മോഡറേറ്റ് ആണ്. നമുക്ക് കുറച്ച് പേഷ്യൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഡ്രൈവിങ്ങിന് കുറച്ച് എക്സ്പെർട്ടൈസും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൂ. പിന്നെ ടെസ്റ്റുകളാണെങ്കിൽ റിട്ടൺ എക്സാമും ഡ്രൈവിംഗ് ടെസ്റ്റും പിന്നെ ടെക്നിക് ഡെമോൺസ്ട്രേഷനും ഉണ്ടാവും ഡിപ്പെൻഡിങ് അപ്പോൺ ദി കൺട്രീസ്. ഓക്കെ, ഇനി ഇത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് ഇന്ത്യ. ഒരുപാട് പുതിയ ലൈസൻസും കാര്യങ്ങളൊക്കെ ആവുന്നൊരു രാജ്യമായതുകൊണ്ട് പോപ്പുലേഷൻ വലിയ ഫാക്ടറാണ്. ഇന്ത്യയിൽ നല്ല ഡിമാൻഡുള്ളതാണ്. USA കാനഡയിലും ഭയങ്കര ഡിമാൻഡുള്ളതാണ്. മാൻഡേറ്ററി ലേണിംഗ് പീരീഡ്സ് ഇൻ മോസ്റ്റ് സ്റ്റേറ്റ്, അതായത് ഇത്ര മാസം വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് മാത്രമേ ലൈസൻസിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും എന്നുള്ളതൊക്കെയാണ് ഈ കൺട്രീസിലെ ലോ. സോ ഭയങ്കര ഡിമാൻഡാണ്. യൂറോപ്യൻ കൺട്രീസ് കാരണം സ്ട്രിക്റ്റ് ലൈസൻസ് റിക്വയർമെൻറ്റ്സും പ്രോസസ്സുമാണ്. പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾക്കിപ്പോൾ ദുബായിൽ ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ ചില്ലറ പരിപാടിയല്ല എന്ന് പറയില്ല. അതേപോലെ തന്നെ അവിടുത്തെ ഡ്രൈവിംഗ്
ഇൻസ്ട്രക്ടേഴ്സിനും ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ, USA, കാനഡ, യൂറോപ്യൻ കൺട്രീസ്, മിഡിൽ ഈസ്റ്റിലൊക്കെ ഭയങ്കര ഡിമാൻഡായിട്ടുള്ളതാണ്. ഒരു ആവറേജ് സാലറി ഇപ്പോൾ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനർക്കാണെങ്കിൽ ഇന്ത്യയിൽ 1.8 lakhs to 3.5 lakhs per annum ഏൺ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ 4 lakhs to 6 lakh per annum ഏൺ ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ. ഒരു പ്രീമിയം ഇൻസ്ട്രക്ടർ ലക്ഷറി കാർസ്, ഡിഫെൻസീവ് വെഹിക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 lakhs to 10 lakhs per annum വരെ ഏൺ ചെയ്യാൻ പറ്റും. അതിലും കൂടുതൽ ഏൺ ചെയ്യുന്ന ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ദ കോമെൻറ്റ്. പുറത്താണെന്നുണ്ടെങ്കിൽ USA 22 ലക്ഷം മുതൽ 37 ലക്ഷം per annum വരെ ഏൺ ചെയ്യാൻ പറ്റും. UK യിലാണെന്നുണ്ടെങ്കിൽ 20 ലക്ഷം മുതൽ 35 ലക്ഷം വരെ ഏൺ ചെയ്യാൻ പറ്റും. UAE യിലാണെന്നുണ്ടെങ്കിൽ 13 ലക്ഷം ടു 27 ലക്ഷം വരെ. അത്രയും ഏണിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഫീൽഡാണ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് പ്രോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആണ്. നമുക്ക് സ്റ്റുഡൻസിന് നമുക്ക് തന്നെ പറയും ഇന്ന ടൈമിൽ വരണം, ഇന്ന ടൈമിലാണ്, അതേപോലെ എത്ര ടൈം വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം അക്കോർഡിംഗ് ടു അവർ ഇത്. പിന്നെ ഒരുപാട് എഡ്യൂക്കേഷണൽ ബാരിയേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ഓൺട്രപ്രണോറിയൽ ഒരു സ്കില്ലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂള് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കോൺസ്റ്റൻറ്റ് ഡിമാൻഡാണ്. പുതിയ ആൾക്കാർ വരുന്നു, അവരെ പഠിപ്പിക്കുന്നു, അങ്ങനെ കുറേ ഡിമാൻഡ്. ഒരിക്കലും ഡിമാൻഡ് ഭയങ്കര കുത്തനെ താഴില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ പണ്ടത്തെ അത്ര ഡിമാൻഡ് ഇല്ലാന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ഇഫ് യു നോ പ്ലീസ് ഡു കമൻറ്റ്. പിന്നെ കുറച്ച് ഇഷ്യൂസ് കോൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രെസ്ഫുൾ വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കും ചിലപ്പോൾ. ഈ ആൾക്കാർ കുറച്ച് പേഷ്യൻസ് ഒക്കെ വേണ്ടി വരും. ഭയങ്കര പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ ആശുപത്രിയിലെ പേഷ്യൻസ് അല്ല, കുറച്ച് കൂടുന്നുണ്ടെന്ന് അറിയാമെന്നാൽ പ്ലീസ് ബെയർ വിത്ത് ഇറ്റ്. അതായത് ചില ആൾക്കാർക്ക് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും, അപ്പോൾ അതൊക്കെ കുറച്ച് ഇഷ്യൂസ് ആയിരിക്കും. പിന്നെ ഇരുന്നിട്ട് തന്നെയുള്ള ജോലി ആയിരിക്കും, കുറേ സമയം കാറിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും, അതൊരു പ്രശ്നമാണ്. പിന്നെ സീസണൽ ഫ്ലക്ച്വേഷൻ ഇൻ സം റീജിയൻ, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ സീസണിനനുസരിച്ച് ഡിമാൻഡ് കൂടാൻ കുറയാം എന്നൊക്കെയുള്ള കുറച്ച് ഇതുണ്ട്. പിന്നെ വെഹിക്കിൾ മെയിൻ്റനൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു എമേർജിങ് ട്രെൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്റ്റിമുലേറ്റർ ബേസ്ഡ് ട്രെയിനിങ്, അതായത് നിങ്ങൾ റോട്ടിൽ തന്നെ ഇറങ്ങാതെ സ്റ്റിമുലേറ്റർ വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്ന അതേപോലുള്ള ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൺലൈൻ തിയറി ടീച്ചിങ് പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുന്നുണ്ട്. സോ ഒരു ഡിമാൻഡ് അവർക്കുണ്ട്. സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് സ്പെഷ്യലിസ്റ്റ് ഡ്രൈവിംഗ്, ഹെവി വെഹിക്കിൾസിൻ്റെ, ഡിഫെൻസീവ് വെഹിക്കിൾസിൻ്റെ ഒക്കെ ഡ്രൈവിങ്ങിൻ്റെ സർട്ടിഫിക്കേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചാൽ നമുക്ക് ഈ അബ്രോഡൊക്കെ പോകുമ്പോൾ ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് പഠിച്ചാൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒബ്റ്റെയിൻ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ്, വാല്യുബിൾ ഫോർ സേഫ്റ്റി കോഴ്സസ്. ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കേഷൻ്റെ ഒരു സംഭവം കൂടി ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. സോ അത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയും, എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ്. സോ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, സി യു.